ഹലോ എവരിവൺ. എന്താണ് യൂണിവേഴ്സ്? യൂണിവേഴ്സുമായി നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് എന്താണ് കണക്ഷൻ ഉള്ളത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇന്നത്തെ ഈ വീഡിയോയിലൂടെ യൂണിവേഴ്സിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന എർത്ത് ഉൾപ്പെടുന്ന പ്ലാനറ്റ്സ്, ഗാലക്സീസ്, സ്റ്റാർസ്, സ്പേസ് എല്ലാം തന്നെ യൂണിവേഴ്സിന്റെ പാർട്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളൊക്കെ പൊതുവിൽ ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യർ വേറെ, യൂണിവേഴ്സ് എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ഭാഗമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരും യൂണിവേഴ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ഈ സെൽഫ് എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ഈഗോ കൊണ്ടാണ് നമ്മളെ ഈ യൂണിവേഴ്സിൽ നിന്നും മാറ്റി നിർത്തുന്നത്. യൂണിവേഴ്സിലെ എല്ലാ ഘടകങ്ങളും ചേർന്ന് കഴിയുമ്പോൾ, ആ ഒരു മാറ്ററുകൾ എല്ലാം തന്നെ വന്നു കഴിയുമ്പോൾ അതൊരു എനർജി ഫീൽഡ് അല്ലെ ഒരു ക്വാണ്ടം ഫീൽഡ് ആയിട്ടാണ് മാറുന്നത്. ഒരുപാട് പോസിബിലിറ്റീസും അവസരങ്ങളും എല്ലാം ഉള്ള, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഉൾപ്പെടുന്ന നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിന്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ തന്നെ, നമ്മൾ ഈ യൂണിവേഴ്സിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ തയ്യാറായെങ്കിൽ ആ പവർ നമ്മളിലേക്കും വന്നു ചേരാൻ അല്ലെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കാനായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെ നമുക്ക് ഈ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് യൂണിവേഴ്സുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയും വൈബ്രേഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തുചേർന്ന് അല്ലെ സിങ്ക്രണൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ആ ഒരു വൈബ്രേഷനിലേക്കും ആ ഒരു എനർജി ലെവലിലേക്കും ഒക്കെ നമ്മൾ ഹ്യൂമൻസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. യൂണിവേഴ്സുമായി നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ശാന്തതയോടെ ഒന്നിരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു അവയർനെസ്, ഒരു ഇന്നർ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് നമുക്ക് കൂടുതൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളൊന്ന് ശാന്തമായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സിറ്റ് ക്വയറ്റ്ലി എന്ന് പറയാം. ശാന്തമായി നമ്മൾ മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ചെയറിൽ നിന്ന് ഇരിക്കുക. അതിനുശേഷം നമ്മുടെ പാദങ്ങൾ ഗ്രൗണ്ടുമായിട്ട് ടച്ചിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നോർമൽ ആയിട്ടുള്ള ബ്രെത്ത്, നമ്മൾ സാധാരണയൊക്കെ ചെയ്യുമ്പോൾ ഡീപ് ബ്രീതിങ് ഒക്കെ ചെയ്യുമ്പോൾ ദീർഘമായ ശ്വാസോച്ഛ്വാസമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ശ്വസനത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നോർമൽ ആയിട്ടുള്ള ശ്വസനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രസന്റിലായിരിക്കുക. ചുരുക്കിൽ പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് തന്നെയാണ് ഇവിടെയും പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രസന്റിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഒരു ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് 528 ഹെഡ്സ് എന്നാണ് പറയുന്നത്. അതൊരു ലവ് ട്യൂൺ എന്നൊക്കെയാണ് അതിനെ പൊതുവിൽ പറയുന്നത്. ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇന്നർ അവയർനെസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും അങ്ങനെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. യൂണിവേഴ്സിന്റെ പവറിൽ വിശ്വസിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ അല്ലെ എന്നെ കുറിച്ചുള്ള ഒരു പർപ്പസ് എന്താണോ അതിലേക്ക് എന്നെ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ എന്നെ സഞ്ചരിക്കാനായിട്ട് യൂണിവേഴ്സ് സഹായിക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം യൂണിവേഴ്സ് അവർ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ റിയൽ പർപ്പസിലേക്ക് യൂണിവേഴ്സ് പല പല കാര്യങ്ങളിലൂടെ അല്ലെ സംഭവങ്ങളിലൂടെ ആകാം, കോഇൻസിഡൻസ് ആവാം, അതിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വൈബ്രേഷൻ അല്ലെ ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താനായിട്ട് അല്ലെ ആ ഒരു എനർജി ലെവലിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ശാന്തമായിട്ട് അല്ലെ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസ് ആവാം, അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടിങ് ടെക്നിക്ക്, ആ മൈൻഡ്ഫുൾനെസ് ഒക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അതൊരു റുട്ടീൻ ആക്കിക്കൊണ്ട് വന്നാൽ നമുക്കും നമ്മളുടെ ഈ യൂണിവേഴ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഒരുപാട് പവർ ഉള്ള യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ശാന്തമായി ഇരുന്ന് അങ്ങനെ ഒരു വൈബ്രേഷനിലേക്ക്, ആ ഒരു മോഡിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ ഇന്റൻഷനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു എന്താണോ, നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ കാണും, നേടണം എന്നുള്ളത് കാണും. ആ ഒരു തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ പറയുക. അതിനുശേഷം നമ്മൾ അതിനെ ഫീൽ ചെയ്യുക. ആ ഒരു
ഇന്റൻഷൻ എന്താണ് എന്നുള്ളതിന്, അത് നമ്മൾ നേടി എന്നും അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്, ചിലപ്പോൾ നല്ലൊരു വീടാവാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പൊസിഷൻ ആവാം, അതിൽ ആയിരിക്കുന്ന നമ്മളെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്. അതിന്റെ ഓരോ സ്റ്റെപ്പ് അല്ലെ സീൻ ബൈ സീൻ നമ്മൾ ഫീൽ ചെയ്യുക. നമ്മളുടെ ആ ഏറ്റവും തീവ്രമായ ആഗ്രഹത്തിൽ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിച്ച ആ പൊസിഷനിലായിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നും മനുഷ്യർക്കൊക്കെ അത്ഭുതകരമായ അറിവുകളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുള്ള യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട് അത് സഹായിക്കും. നമ്മൾ ആയിരിക്കുന്ന യൂണിവേഴ്സിന്റെ പവർ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ ഒരു പവർ നമ്മളിലേക്കും കുറച്ചൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ആകാനും സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.